ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട 8 കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പിന്നീട് 3 കാര്യം പറയുകയാണ്. ഈ മുകളിൽ പറഞ്ഞ 8 കാര്യത്തേക്കാളേറെ അവസാനം പറയുന്ന 3 കാര്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ലെങ്കിൽ പടച്ച റബ്ബിൻ്റെ ശിക്ഷ വരുന്നവരെ കാത്തിരിക്കുവാനും അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല എന്നുമാണ് ഈ വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കുൽ, പറയണം പ്രവാചകരെ, ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ. വ ഇഖ്വാനുക്കും, കുൽ ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സന്താനങ്ങൾ. അതേപോലെ കുൽ ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന നമ്മുടെ സൂർവലയം. വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും. വ അശീറത്തുക്കും, നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബബന്ധുക്കളുള്ള ബന്ധമുള്ള ആ ബന്ധുക്കളായ ആളുകൾ. വ അംവാലിൻ ഖതറഫ്തുമുഹ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത്. വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, മാന്യം നേരിടുമെന്ന് നഷ്ടം ഭയക്കുന്ന നിങ്ങളുടെ കച്ചവടം. വ മസാക്കിനു തർലൗനഹ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടം. ഇങ്ങനെ 8 എണ്ണം അള്ളാഹു എണ്ണുകയാണ്. കുൽ, പറയണം പ്രവാചകരെ, ഇൻകാന ആബാവുക്കും, നിങ്ങളുടെ പിതാക്കളും, വ അബ്നാവുക്കും, നിങ്ങളുടെ മക്കളും, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളും, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളും, വ അശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുക്കളും, വ അംവാലിൻ ഖതറഫ്തുമുഹ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തും, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, മാന്യം ഭയക്കുന്ന നഷ്ടം ഭയക്കുന്ന നിങ്ങളുടെ കച്ചവടവും. വ മസാക്കിനു തർലൗനഹ, തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടവും. ഈ 8 കാര്യം വളരെ പ്രിയമാണ് എല്ലാവർക്കും. നമ്മളേറ്റവും പ്രിയപ്പെട്ടതാണ് ഇതെല്ലാം. നമ്മുടെ ബന്ധുക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും നമ്മുടെ കച്ചവടവും എല്ലാം കഴിഞ്ഞ്, എല്ലാ തിരക്കും കഴിഞ്ഞ് എവിടെ എത്തിയാലും, എത്ര നല്ല സ്ഥലത്താണെങ്കിലും അവസാനം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ ആ ഒരു സമാധാനം, തൃപ്തിപ്പെടുന്ന നമ്മുടെ പാർപ്പിടം. ഏത് ചെറിയ വീടാണെങ്കിലും അവനവൻ്റെ വീടിനോടുള്ള ആ ഒരു ഇഷ്ടം, ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ട് അഹബ്ബ ഇലൈക്കും, അഹബ്ബ യുഹിബ്ബു, ഇഷ്ടപ്പെടുക. അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, മിനല്ലാ, അള്ളാഹിനേക്കാൾ ഈ പറഞ്ഞ കാര്യം ഇഷ്ടമെങ്കിൽ. വ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ. വ ജിഹാദിൻ ഫീ സബീലി, ആ മാർഗത്തിലുള്ള ധർമ്മസമരത്തേക്കാൾ നിങ്ങൾക്ക് മുകളിൽ പറയുന്ന 8 കാര്യമാണ് ഇഷ്ടമെങ്കിൽ. ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഹത്താ യഅതി അല്ലാഹു ബി അംരി, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരേക്കും. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു തആല തോന്നിവാസികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ആരെയാണ് അള്ളാഹു തോന്നിവാസി, ഫാസിഖ് എന്ന് പറഞ്ഞത്? മുകളിൽ പറഞ്ഞ 8 കാര്യത്തിന് അവസാനം പറഞ്ഞ 3 കാര്യത്തേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നവരെയാണ് അത്തരത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഗൗരവമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനേക്കാളും ഏറെ നമുക്കിഷ്ടം റബ്ബിനെ തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞ് റസൂലുള്ളാഹിനോടായിരിക്കണം. അത് കഴിഞ്ഞ് ആ മാർഗത്തുള്ള ധർമ്മസമരത്തോടായിരിക്കണം. അതുകൊണ്ട് ആ ഇഷ്ടം എല്ലാത്തിനേക്കാളും ഏറെ നമുക്കുണ്ടോ? നമുക്കെല്ലാത്തിനേക്കാളും ആ ഒരു അള്ളാഹിനെ ഇഷ്ടപ്പെട്ടുള്ള രീതി, അങ്ങനത്തെ ഒരു ഭയപ്പാട്, ആ നിലക്കുള്ള ഒരു ഭക്തി നമുക്കുണ്ടോ? മറ്റുള്ള എല്ലാം അതിന് താഴെയായി കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ? ഏറ്റവും പ്രധാനപ്പെട്ട മാതാപിതാക്കളെ കാലിൻ കീഴിലാണ് സ്വർഗമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും അതിനേക്കാളുമേറെ അള്ളാഹിനെ സ്നേഹിക്കണമെന്ന്. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യ വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹിനെ ആരാധിക്കണം. അത് കഴിഞ്ഞിട്ടാണ് മാതാപിതാക്കൾക്ക് സ്ഥാനം കൊടുത്തത്. ഏറ്റവും പ്രിയം അള്ളാഹാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അള്ളാഹുവാണ് നമ്മൾക്ക് എല്ലാം നൽകുന്നത്. നമ്മളെ മാതാപിതാക്കളെ ഗർഭാശയത്തിൽ വളർന്ന ആ ഒരു ഘട്ടത്തിൽ അള്ളാഹുവാണ് ആ ചെറിയ ബീജാണുവിനെ
ഘട്ടം ഘട്ടമായി വളർത്തിയത്. പറന്നു വീണപ്പോൾ ഏറ്റവും നേർത്ത പാൽ അവിടെ സംവിധാനിച്ചത് റബ്ബാണ്. അങ്ങനെ എല്ലാം നൽകിയത് റബ്ബാണ്. നമ്മളൊക്കെ ഇപ്പോൾ ശ്വസിക്കുന്ന വായു, നമ്മൾ ആർട്ട് ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഗർഭാശയം തുടങ്ങി മരണം വരെ ഈ സ്പന്ദനം നേർത്തി തരുന്ന, ഇതിനെ വർക്ക് ചെയ്യിക്കണേ ആ റബ്ബ്. ആ റബ്ബിനോടുള്ള കടമയും കടപ്പാടുമാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമാകണം എല്ലാത്തിനേക്കാളും ഏറെ. അതാണ് ഹജ്ജിലൂടെയുള്ള പാഠം. എല്ലാത്തിനേക്കാളും ഏറെ എല്ലാം ത്യജിച്ച് ഹജ്ജിന് പോകുമ്പോൾ ഇബ്രാഹിം നബിയുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ഭാര്യയെയും തൻ്റെ മകനെയും തൻ്റെ പിതാവിനോടും ഒക്കെ ആ ഒരു അള്ളാൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എല്ലാം ത്യജിക്കേണ്ട സമയത്ത് ത്യജിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്തത് ഏറ്റവും പ്രധാനം റബ്ബിനോടായതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ബോധം നമുക്കുണ്ടാവണം. നമുക്ക് ഏറ്റവും ഇഷ്ടം ആ റബ്ബിനെ ആയിരിക്കണം. അങ്ങനെ അള്ളാനെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലി, പിന്നീട് നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാൻ്റെ റസൂലിനോടായിരിക്കണം. അപ്പോഴാണ് ഉമർ അല്ലാഹു അൻഹു ഈ ആയത്ത് റസൂൽ ഓതി കൊടുത്തപ്പോൾ, എനിക്ക് റസൂലെ എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം എനിക്ക് അങ്ങയോടാണ് എന്ന് പറയുമ്പം റസൂല തിരിച്ചു പറഞ്ഞത്, ഇല്ല ഉമർ, നീ പൂർണ്ണ മുസ്ലിം ആയിട്ടില്ല എന്ന് പറയുകയും ഉമർ അല്ലാഹു തിരുത്തി, റസൂലെ എൻ്റെ ശരീരത്തെക്കാൾ ഏറെ എനിക്കിഷ്ടം അങ്ങയോടാണ്. ഇപ്പോഴാണ് ഉമർ നീ പൂർണ്ണമായി മുസ്ലിം ആയത്. അതെ, നമ്മളെക്കാളേറെ ഇഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. അന്ന് ഉഹദിലേക്ക് അമ്പ് വരുമ്പോൾ റസൂലുള്ളാഹിനെ അങ്ങനെ പൊതിഞ്ഞ് സ്വന്തം ശരീരത്തിലേക്ക് അമ്പ് വീണോട്ടെ, റസൂലുള്ളാഹിക്ക് പറ്റരുത് എന്ന നിലക്ക് അവർ ആകെ പൊതിഞ്ഞുന്ന രംഗവും എല്ലാ നിലക്കും റസൂലുള്ളാഹിനെ അങ്ങേയറ്റം തന്നേക്കാളേറെ ഇഷ്ടപ്പെടുന്ന രീതിയും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധ്യമാകും. ഇനി ഇപ്പം റസൂലുള്ളാഹി എങ്ങനെയാണ് റസൂലുള്ളാഹിനെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചര്യ, മൻ അഹബ്ബ സുന്നത്തി വഖദ് അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആര് എൻ്റെ സുന്നത്ത് ഉൾക്കൊള്ളുന്നുവോ, ഞാൻ എന്താണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച ചര്യ അത് ജീവിതത്തിൽ പകർത്തുന്നുവോ, അവർ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും. അതുകൊണ്ട് പ്രവാചകൻ ശാസ്ത്രത്തിൻ്റെ ചര്യയാണ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അത് പ്രഭാതം മുതൽ രാത്രി ഉറങ്ങും വരെ ആ ചര്യയിലൂടെ പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്നൊരു വലിയ പാഠം അതിലുണ്ട്. അതെ, എങ്ങനെ അതിന് സാധിക്കും? എല്ലാ നിലക്കും നമ്മൾ ഉണരുമ്പോൾ ശ്രദ്ധിച്ചുണരുക. ഉണരുന്ന സമയത്ത് പ്രാർത്ഥന അത് ഉരുവിട്ടുകൊണ്ട് ഉണരാൻ ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ചര്യയാണ്. ബിസ്മില്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ, ഉറക്കമാകുന്ന മരണത്തിൽ നിന്നേൽപ്പിച്ച അള്ളാഹ് നിനക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അങ്ങനെ കഴിയുന്നതോടുകൂടി ആ ചര്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അങ്ങനെ ഉണരുന്നതോടുകൂടി നമ്മൾ ഓരോരുത്തരും ആ ചര്യയിലേക്ക് പ്രവേശിച്ച് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാം നേരെ എഴുന്നേറ്റ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുന്നു. അവിടെയും ഒരുപാട് സുന്നത്ത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സുന്നത്തുകൾ ഒരുപാട് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. റസൂൽ പറഞ്ഞു, 3 പ്രാവശ്യം നിങ്ങൾ മൂക്കിലേക്ക് വെള്ളം കയറ്റി ഇടത് കൈ കൊണ്ട് ചീറ്റിക്കളയണം. പിശാജ് തരിമൂക്കിൻ്റെ അവിടെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആ ഉണർന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ അതൊരു സുന്നത്താണ്, പ്രവാചകന് ഇഷ്ടപ്പെടലാണ്. അവിടെ തുടങ്ങി നമ്മൾ ആ ബാത്റൂമിലേക്ക് കയറുമ്പം ഇടത്തെ കാല് വെച്ച് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, ആൺ പിശാചിന്നും പെൺ പിശാചിന്നും അള്ളാഹിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പം വീണ്ടും നമുക്ക് പ്രതിഫലമായി പ്രവാചകന്റെ ചര്യ ഉൾക്കൊള്ളലായി. ഒന്ന് ഉണർന്ന് ഒരു ടോയ്ലറ്റിലേക്ക് പോയി വരുമ്പോഴേക്ക് എത്രയോ നന്മ നമുക്ക് ആ ചര്യ പാലിക്കുന്നതോടുകൂടി കിട്ടുകയാണ്. ഇടതേ കാല് വെക്കുമ്പോൾ ഒരു പുണ്യം, ചെരുപ്പ് ധരിക്കുമ്പോൾ 2ാമത്തെ പുണ്യം, പ്രാർത്ഥിക്കുമ്പോൾ 3ാമത്തെ പുണ്യം, അങ്ങനെ തുടങ്ങി ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ ശൗചം ചെയ്യുമ്പോൾ ഒന്ന് ഊന്നിയിരിക്കുന്നതിന് പുണ്യം, ഇടത്തെ കൈകൊണ്ട് ശൗചം ചെയ്യുന്നതിന് പുണ്യം. ഇങ്ങനെ അവിടുന്ന് എഴുന്നേറ്റ് തിരിച്ചു പോരുമ്പോൾ ഗുഫ്രാനക അൽഹംദ് എന്ന് പറയുമ്പോൾ അടുത്ത നന്മ. ഇതൊക്കെ രേഖപ്പെടുത്തുക. ഇതൊക്കെ പ്രവാചകന്റെ ചര്യ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ ആ റസൂലുള്ളാഹിനോട് കൂടെ സ്വർഗത്തിലാണ് നമ്മൾ. അതിന് വിമുഖത കാണിച്ച് മറ്റുള്ളതിന് പ്രാധാന്യം കൽപ്പിച്ചാലോ അവർ ഫാസിക്കാണ് എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്.
എത്ര ഗൗരവമാണ്. അങ്ങനെ തുടങ്ങി അവിടുന്ന് ഓരോ രംഗത്തേക്കും നമുക്ക് ഈ ചര്യയെ ഇങ്ങനെ കൊണ്ടുപോകാം. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് നന്മ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊക്കെ എത്ര അശ്രദ്ധയിലും എത്ര ശ്രദ്ധക്കുറവുകൊണ്ടും എത്ര പുണ്യമാണ് നമുക്ക് ഓരോ ദിവസവും നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു ദിനവും കോടികൾ കൊടുത്താലും തിരിച്ചു കിട്ടില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ആയുസ് വളരെ പരിമിതമാണ്, കുറവാണ്. അതുകൊണ്ട് ഈ ആയുസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത് ഓരോ രംഗത്തും നമ്മൾ ആ സുന്നത്തുകൾ പാലിക്കുക എന്ന് തന്നെയാണ്. അവിടെയാണ് നമ്മൾ അള്ളാൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുക. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഓരോന്നും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വാഹനത്തിൽ കയറുമ്പോഴും ഒരാളെ കാണുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടും സലാം പറഞ്ഞുകൊണ്ടും തുടങ്ങുന്ന രീതിയും, അങ്ങനെ രാത്രി എല്ലാം കഴിഞ്ഞ്, അതായത് നമ്മൾ ഓരോ നമസ്കാര ശേഷവും പ്രവാചകൻ സുന്നത്ത് പാലിച്ച് ആയത്തുൽ കുർസിയും ഖുൽ ഹുവല്ലാഹും ഫലക്കും നാസുമൊക്കെ എല്ലാ നമസ്കാര ശേഷവും ചെല്ലുന്ന രീതിയും, അങ്ങനെ തുടങ്ങി രാവിലെ ആ സുബൈ നമസ്കാരം കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 പ്രാവശ്യം പറയലും, ഇങ്ങനെ എല്ലാ ചര്യയും പാലിച്ച് അവസാനം രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോഴും ബ്രഷ് ചെയ്ത് ഒളുവെടുത്ത് ആയത്തുൽ കുർസിയും ആമൻ റസൂലും കുലുവല്ലാഹും ഫലക്കും നാസും ഒക്കെ ഓതി കയ്യിലൂതി ശരീരമാസകലം തടവി വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുന്ന ആ ഒരു ചര്യ, ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞത്. അങ്ങനെ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന, റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളായി നമ്മൾ മാറണം. മൂന്നാമത് പറഞ്ഞത് വജിഹാദിൻ ഫീ സബീലി, ആ മാർഗത്തിലുള്ള ധർമ്മസമരം എന്നാണ്. അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. ആ ധർമ്മസമരം അത് ഏറെ ചെയ്യേണ്ടവരാണ് നമ്മൾ. റസൂലുള്ളാഹി ഏറ്റവും ചെയ്ത, സഹാബത്ത് ഏറ്റവും ചെയ്തത് ഈ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. ആ ധർമ്മസമരത്തിൽ എല്ലാം പെടും. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം പെടും, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ദഅവത്ത് പെടും. എന്തൊക്കെയാണോ ധർമ്മം, ആ അധർമ്മങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്ക് കൃത്യമായി ആളുകൾ കുറവുള്ള സമയത്ത് യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായി വരുമ്പം, അവിടെ ആ ധർമ്മസമരത്തിന് പോകാൻ വരുമ്പം ചോദിച്ചൊരു ചോദ്യമുണ്ട്, വീട്ടിൽ ആരുണ്ട്? അപ്പോൾ പറഞ്ഞു, വീട്ടിൽ പ്രായമായ ഉമ്മയും ബാപ്പയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പോരാ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ജിഹാദ് അവിടെയാണ്, അതൊരു ജിഹാദാണ്. ഏത്? അള്ളാഹിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി മരണപ്പെടുന്ന ഷഹീദിനെ ആ കൂലി, അതിനേക്കാൾ കൂലിയാണ് പ്രായം ചെന്ന ഉമ്മയും ഉപ്പയും നോക്കുന്നത്. അതുകൊണ്ട് നീ യുദ്ധത്തിന് പോകണ്ട. അപ്പോൾ മാതാപിതാക്കളെ നോക്കൽ പോലും ജിഹാദാണ്, ധർമ്മസമരമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ 8 കാര്യങ്ങൾ അതെന്തായിരിക്കണം? അള്ളാഹിൻ്റെ കൂലി ആഗ്രഹിച്ചിട്ടായിരിക്കണം നമ്മൾ ഉമ്മാനെയും ഉപ്പാനെയും നോക്കേണ്ടത്, നമ്മൾ മക്കളെ നോക്കേണ്ടത്, നമ്മുടെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നമ്മുടെ കുടുംബബന്ധം ചേർക്കുന്നതുമൊക്കെ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചായിരിക്കണം. അതെ, പലപ്പോഴും ഈ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്താ? ഇത് നഷ്ടം വന്നുവോ, മാന്യം നേരിടുമെന്ന് ഭയമാണ്. അതുകൊണ്ട് നമസ്കാരവും ജമാഅത്തും അള്ളാഹിൻ്റെ മാർഗത്തിലൊക്കെ നിർത്തിവെക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അവിടെയാണ് അതിനേക്കാളൊക്കെ മഹത്വം, ഈ കച്ചവടത്തെക്കാളേറെ മഹത്വം റബ്ബിൻ്റെ വിളിക്കായിരിക്കണം, ബാങ്കിനായിരിക്കണം, നമസ്കാരത്തിനായിരിക്കണം. പ്രത്യേകിച്ച് സുബൈക്കൊക്കെ ആളുകൾ പലപ്പോഴും എന്തു ചെയ്യും? സുബൈക്കൊക്കെ ഒരു മഴയൊക്കെ പെയ്താൽ പിന്നെ അങ്ങനെ അവിടെ ഇരിക്കും, പള്ളിയിൽ പോകാതെ. ഇങ്ങനെ ഈ ഒരു ധർമ്മസമരത്തിലുള്ള അള്ളാഹിൻ്റെ കൂലി ആഗ്രഹിച്ചതെല്ലാം നമ്മൾ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് ഗൗരവമാണ് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടി ആവർത്തിച്ചാൽ അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. കുൽ, പറയുക പ്രവാചകരെ, ഇൻകാന ആബാവുക്കും, നിങ്ങളുടെ പിതാക്കളും, വഅബ്നാവുക്കും, നിങ്ങളുടെ മക്കളും, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളും, വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകളും, വഅശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുക്കളും, വഅംവാലിൻ ഖതറഫ്നുഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, മാന്യം നേരിടുന്നു ഭയക്കുന്ന കച്ചവടവും, വമസാകിനു തർലൗനഹാ, തൃപ്തിപ്പെടുന്ന പാർപ്പിടവും, അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മിനല്ലാഹ്, അള്ളാഹിനേക്കാൾ, വറസൂലിഹി, അള്ളാഹിൻ്റെ റസൂലിനേക്കാൾ, വജിഹാദിൻ ഫീ സബീലി, ആ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാൾ ഇഷ്ടമെങ്കിൽ, ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഹത്താ യഅതി അല്ലാഹു ബി അംരി, അള്ളാഹിൻ്റെ കൽപ്പന വരുന്നത് വരേക്കും, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു തആല തോന്നിവാസികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുകയില്ല. അള്ളാഹു എല്ലാം ശ്രദ്ധിച്ച് അള്ളാഹുവിനെയും
റസൂലിനെയും ആ മാർഗത്തിൽ ധർമ്മസമരത്തിനും ഏറെ പ്രാധാന്യം നൽകി ജീവിക്കുന്ന യഥാർത്ഥ സൽജനങ്ങളിൽ നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളുടെ മക്കളെ ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൻ്റെ റസൂലിനോടും ആ മാർഗത്തിൽ ധർമ്മസമരവുമാക്കി കൊണ്ടുവരാൻ ചെറുപ്പം മുതലേ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊക്കെ മക്കളോട് പലപ്പോഴും ആരോടാണ് ഏറ്റവും ഇഷ്ടം, ആരെ കുട്ടിയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പാൻ്റെ കുട്ടിയാണ്, ഇക്കാൻ്റെ കുട്ടിയാണ്, ഇമ്മാൻ്റെ കുട്ടിയാന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് നമുക്കൊക്കെ. എന്നാൽ ഒരു കുടുംബത്തിൽ, ഒരു വലിയ സമ്പന്നതയുള്ള ഒരു കുടുംബത്തിലെ ഒരു 3 വയസ്സ് പ്രായമായ കുട്ടിയോട്, ഒരു പെൺകുട്ടിയോട് ആ ഉപ്പ ചോദിക്കുന്നത് കേട്ടത് ഈ ജുമയക്കായവരൊക്കെയാണ്. ആ കുട്ടിയോട് ഉപ്പ ചോദിച്ചു, മോൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പയോടെന്ന് പറയുന്നു. പക്ഷെ ആ കുട്ടി പറഞ്ഞത് അള്ളാഹുവിനോടാണെന്ന്. രണ്ടാമതും ആ ഉപ്പ ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അപ്പം പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെന്ന്. മൂന്നാമതാണ് കുട്ടിയോട് വീണ്ടും ചോദിച്ചപ്പം ഉപ്പയോട്, പിന്നെ ഉമ്മയോട്, പിന്നെ ഉസ്താദിനോട് എന്നൊക്കെ ഈ കുട്ടി പറയുന്നത്. അപ്പം ആ 3 വയസ്സായ കുട്ടിയെ വീട്ടിൽ നിന്ന് ആ സമ്പന്നനായ മനുഷ്യൻ പരിശീലിപ്പിക്കുന്നത്, ആ പരിശീലനം ഏറ്റവും ഇഷ്ടം ആദ്യം ആരോടാകണം എന്ന് കൃത്യമായി ചെറുപ്രായത്തിൽ തന്നെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി, അത് വല്ലാതെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ, നമ്മളും നമ്മളെ മക്കളെയും അങ്ങനെ പരിശീലിപ്പിക്കുവാനും ഏറ്റവും ഇഷ്ടം അള്ളാഹിനോടും റസൂലിനോടും ആ മാർഗത്തിലുള്ള പ്രവർത്തനവും ആയിരിക്കുവാനും എന്തിനേക്കാളും ഏറെ അതിന് പ്രാധാന്യം കൽപ്പിക്കുവാനും നമുക്ക് കഴിയണം. എങ്കിലേ നമ്മൾ തമ്മാടികളാകാതിരിക്കൂ. അങ്ങനെയുള്ളവരെ അതിന് പ്രാധാന്യം കൽപ്പിക്കാതിരുന്നാൽ അള്ളാഹു വരെ സന്മാർഗത്തിലാക്കുകയില്ല എന്നുള്ള ഗൗരവം നമ്മൾ ഓരോരുത്തരും ഉണ്ടായി ഏറെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തിൽ പരിഗണിച്ച് അങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.